ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം അതിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഇറങ്ങിയതിന് ശേഷം ശരിക്കും ഏറ്റവും കൂടുതൽ ഒരു ചേഞ്ച് കണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് അനീഷാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ഇടക്കാലത്തായിട്ട് അനീഷ് വരുന്ന ഉദ്ഘാടന ചടങ്ങുകൾ അതോടൊപ്പം തന്നെ ചില പ്രോഗ്രാംസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ഒരു മേക്ക് ഓവർ, പുള്ളിക്കാരൻ്റെ ആ ഒരു ചേഞ്ച് എത്രത്തോളമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആ ഒരു ഡ്രസ്സിംഗ് സെൻസിലൊക്കെ വന്ന ആ ഒരു മാറ്റം, അതോടൊപ്പം തന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വരവൊക്കെ തന്നെ കാണുമ്പോഴത്തേക്കും ടോട്ടലി അങ്ങ് ചേഞ്ച് ആയ മാതിരിയാണ് അനീഷിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. കാരണം അതിനുള്ളിൽ നിന്നപ്പോഴത്തേക്കുള്ള ഒരു ലുക്കും അതോടൊപ്പം തന്നെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊന്നും അല്ല പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പോൾ അനീഷിൻ്റെ ഒരു വരവെന്ന് പറയുന്നത്. അത് പലപ്പോഴായിട്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ. അത് ശരിക്കും പറഞ്ഞാൽ പലരും എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അനീഷ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. സത്യമാണ്, അനീഷ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അനീഷിനെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ. കാരണം നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഉടനീളം ആ ഒരു ഇത്രയും ദിവസം നിന്ന് നമ്മൾ അനീഷിനെ കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഒരു 1, 2 തവണ മാത്രമേ അനീഷിൽ ആ ഒരു ഭയങ്കരമായിട്ടൊരു ചുള്ളൻ ലുക്കിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ആ ഒരു ഫാഷൻ ഷോ കണ്ട നടന്ന ആ ഒരു സമയത്ത് അനീഷിൻ്റെ ഒരു ഡ്രസ്സിങ് ആ സമയത്ത് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ മറ്റേതോ ഒരു സന്ദർഭത്തിൽ. അല്ലാതെ ഒക്കെ തന്നെ അനീഷിനെ കാണുന്നത് ഒരു നോർമൽ ലുക്കിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത്. പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 2, 3 പ്രോഗ്രാംസിൽ അനീഷ് വന്നത് കാണുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമാണ്. ആ ഒരു ഡ്രസ്സിങ്ങിൽ വന്നിട്ടുള്ള ചേഞ്ചസും അതോടൊപ്പം തന്നെ അനീഷിന്റെ ലുക്സിൽ വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസവും എന്തായാലും നല്ലൊരു ചേഞ്ച് അനീഷിന് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അനീഷിന് തന്നെയാണെന്ന് അതിൽ സംശയമില്ല. അതിപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ ലുക്സിന്റെ കാര്യത്തിലായാലും ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ഈ കുറേ അവസരങ്ങൾ കിട്ടും പ്രോഗ്രാംസ് അതോടൊപ്പം തന്നെ ഉദ്ഘാടനങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ അനീഷിന് കിട്ടുന്നുണ്ട്. അതായത് ഒരു കോമണറായിട്ട് വന്നിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം കിട്ടുന്ന ഏറ്റവും നല്ല അവസരങ്ങൾ അത് അനീഷിനെ തേടി വരുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. അതോടൊപ്പം തന്നെ അനീഷ് അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് അനീഷിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം തന്നെ അനീഷിൻ്റെ ലുക്സിൽ വന്നത്, അനീഷിൻ്റെ ഡ്രസ്സിങ്ങിൽ വന്ന മാറ്റങ്ങളൊക്കെ തന്നെ വളരെ പ്രകടമായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസിൽ കയറിയ ആ സമയത്ത് അനീഷ് എന്തായിരുന്നു അതിൻ്റെ നേരെ മറിച്ച് വിപരീതമായിട്ട് അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ പുറത്തെ കാര്യങ്ങളിൽ പോലും അനീഷിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം പലരും വിചാരിച്ചിരുന്ന കാര്യം അനീഷ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരുമായിട്ടും വലിയ അടുപ്പമൊന്നും കാണത്തില്ല, പുള്ളിക്കാരൻ്റെ കാര്യം നോക്കി അങ്ങ് പോകുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ലടേ, പുള്ളിക്കാരൻ ഭയങ്കര ആക്റ്റീവാണ്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും ജനങ്ങൾക്കിടയിൽ അങ്ങ് തള്ളിക്കയറുകയാണ് അനീഷ് ശരിക്കും പറഞ്ഞാൽ. അത് പല വീഡിയോസും കാണുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ വ്യക്തമാണ്. ഞാൻ കരുതുന്നത് അനീഷ് അങ്ങ് ഒതുങ്ങിക്കൂടി പോകുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അനീഷ് നല്ല കട്ട ആക്റ്റീവാണ്. എനിക്ക് തോന്നുന്നു അതിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നതിനേക്കാട്ടിലും നല്ല കിടിലൻ ആക്റ്റീവായിട്ടാണ് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രോഗ്രാമിലും അനീഷിനെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ.